പറയളിയാ. നിങ്ങളെ ചങ്കല്ലേ വിളിക്കുന്ന, ഫോൺ എടുക്കുന്നില്ലേ? ഈ സമയത്ത് അവൻ്റെ വിളി എന്നും എനിക്ക് പണിയേ തന്നിട്ടുള്ളൂ. വൈകുന്നേരം വരാം. പക്ഷേ വല്ല പണിയെടുക്കാനാണെങ്കിൽ ഞാൻ ആ പരിസരത്തെ ഉണ്ടാവില്ല. വല്ല ഫുഡോ കുപ്പിയോ ഉണ്ടെങ്കിൽ നോക്കാം. അവൻ വന്നാ? ഞാനൊന്നും നോക്കിയില്ല. എന്റെ തല കണ്ടാലേ ആ തള്ളക്ക് പ്രാന്തളം. വേണേ നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. തള്ള കാണൂടേ? കാണുവോ? കേറി വേട മക്കളെ, അതുവഴി ഓടരുത്. തേഞ്ഞു, തള്ള കണ്ടു. വേഗം അകത്ത് കയറാം, അല്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാരെയൊക്കെ തള്ള വിളിച്ച് കൂവും. വാ. കേറിയിരിക്കും മക്കളെ, അമ്മ ഇപ്പൊ വരാട്ടാ. ഇവർക്കിനി വട്ടായ അരവട്ട് കേസാണ്. ഓടാങ്കണക്കിന് ഇരുന്നാ മതി. അകത്തിരിയടാ. കൂട്ടത്തിൽ എവനെ കാണുമ്പോഴാ ഒരു ആശ്വാസം. എവനെങ്കിലും രക്ഷപ്പെട്ടല്ലോ. ഞാനും എവനെ പോലെ ഇൻസൾട്ട് ചെയ്ത് നടന്നാലോ? ഇൻസൾട്ട് നിങ്ങൾ ചെയ്താൽ പൊളിക്കും. ഇതാണ് മഹേഷ്. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവാണ് ജോലി. ജിജോയുടെയും ചിക്കുവിൻ്റെയും ബെസ്റ്റ് ഫ്രണ്ട്. കാണുമ്പോൾ ഇവൻ വലിയൊരു സംഭവമായി തോന്നും. പക്ഷേ എന്താടാ പതിവില്ലാതെ വീട്ടിലോട്ടൊക്കെ വിളിച്ചേ? എന്താ കാര്യം? അളിയാ, മുമ്പ് കിട്ടിയ തേപ്പിൻ്റെ പേരിലാണ് നമ്മൾ 3 പേരും ഇനി ഒരു പെണ്ണും നമ്മുടെ ജീവിതത്തിൽ വേണ്ടാന്ന് തീരുമാനിച്ചത്. അതിനിപ്പോൾ എന്താ? അതിന് ചെറിയൊരു പ്രശ്നമുണ്ട് അളിയാ. നീ എന്തേലും ഇടപാട് ഒപ്പിച്ചോ? ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം കേൾക്കണം. ഞാനും കോട്ടയത്തുള്ള പെൺകുട്ടിയുമായി നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഫേസ്ബുക്ക് വഴിയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. കല്യാണമാണെങ്കിൽ നടക്കില്ലളിയാ. നടക്കില്ലെന്ന് പറയാൻ നടക്കില്ല. കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? ഇത് നിന്റെ അമ്മയ്ക്ക് അറിയാമോ? അമ്മയോട് ഞാനിത് പറഞ്ഞു. വെറുതെ അല്ല അതള്ളക്ക് ഇത്ര സ്നേഹം. പറ്റൂലളിയാ, ഈ കാര്യം നടക്കൂല. 2 മാസം മുന്നേ ഇവന് വന്ന ആലോചന നീയാ മുൻകൈ എടുത്ത് മുടക്കിയത്. അതുകൊണ്ട് ഇക്കാര്യം അങ്ങ് വിട്ടേക്ക്. ശരി, ഞാൻ വിട്ടേക്കാം. ഇനിയുള്ള കാലം 3 പേർ കൂടി സെൻട്രൽ പോയി കിടക്കാം. അത് ഏത് കണക്കിനാ ഞാനും അവന് ജയിലിൽ പോകുന്നു? നീ പ്രാന്താക്കാത്ത കാര്യം പറ. അളിയ, ഞാനും അവളും നല്ല ഫ്രണ്ട്സായിരുന്നു. പിന്നെ എപ്പോഴോ അറിയാതെ ഇഷ്ടത്തിലായി. അതിനുശേഷം ഇതിന് വളരെ കുറച്ച് കാലത്ത് ആയുസ് ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എന്നിട്ട് ആ പെണ്ണിന്റെ ഫോട്ടോയെങ്കിലും നീ കാണിച്ചോ? ബെസ്റ്റ് പെണ്ണ് നേട്ടാൽ നീക്ക കട്ട കലിപ്പാണ്. പിന്നെ ഞാനെങ്ങനെ പറയാനാ? ഇതാണ് ആള്. ഇതിലും ഉണ്ട് ഫേസ്ബുക്കും വാട്സാപ്പും. ഇന്ന് വരെ ഒരു പെണ്ണും എനിക്കൊരു ഹായ് അയച്ചിട്ടില്ല. അത് നിന്റെ കയ്യിലിരിപ്പ്. നീ ബാക്കി കാര്യം പറ. നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. നമ്മൾ എതിര് നിൽക്കുന്നില്ല. നീ ഫുഡിനും കുപ്പിക്കുള്ള കാശിങ് എടുത്തേ. നമുക്ക് ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അതൊക്കെ റെഡിയാക്കാം. അളിയ അപ്പോൾ കട്ടയ്ക്ക് നിൽക്കില്ലേ? ഓക്കെ. വന്നു. അന്ന അളിയ, ഇതാണ് അന്ന. ജിജോ ചേട്ടനല്ലേ? ചിക്കു ചേട്ടൻ. എപ്പോഴും നിങ്ങളുടെ കാര്യം പറയാനേ സമയമുള്ളൂ കേട്ടോ. പറയും. അതൊക്കെ അറിയാം. രണ്ടുപേരും വാ, നമുക്ക് ഒപ്പിട്ടിറങ്ങാം. മഹേഷ്, അന്ന വന്നോളൂ. പ്രൂഫ് എടുത്തേ. സർ ചെയ്തോളൂ. നല്ലൊരു കാര്യത്തിനല്ലേ, പ്രാർത്ഥിച്ചിട്ട് ഒപ്പിടാം. ഒരു മിനിറ്റ് ചേട്ടാ. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ല താനും, അവ്യക്തമാക്കാതെ ഇരിക്കേണ്ടതല്ലേ. ആമേൻ. 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 ഓ, പ്രൈസ് ദി ലോർഡ്. കല്യാണം കഴിഞ്ഞു. അമ്മ എന്തോരെ? എനിക്കെന്തിനാ ചേട്ടാ വിളക്ക് പിടിച്ചേ? വേണ്ടേ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. കേറാം. തലക്കട പണി കയറാം.